ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്നേക്ക് പ്ലാന്റിൻ്റെ ഇൻഡോറായിട്ട് വെച്ച് കഴിഞ്ഞാലുള്ള കുറച്ച് ഗുണങ്ങളും അതിൻ്റെ പ്രൊപ്പഗേഷനും കെയറിങ്ങും പിന്നെ ഫെർട്ടിലൈസേഷൻ ഇതെല്ലാം നമുക്കൊന്ന് നോക്കിയാലോ. വളരെ പരിചിതമായൊരു പ്ലാന്റ് ആണല്ലേ സ്നേക്ക് പ്ലാന്റ്. പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളമായി കണ്ടുവരുന്നൊരു പ്ലാന്റ് ആയിരുന്നു സ്നേക്ക് പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റ് നമ്മുടെ നാട്ടിലേക്ക് പല പേരിലായിട്ടാണ് അറിയപ്പെടുന്നത്. സർപ്പപ്പോള, അമ്മായിയമ്മയുടെ നാക്ക്, സോക്രട്ടീസിൻ്റെ വാള്, സാൻസവേരിയ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും കൂടുതലായും എല്ലാവരും സ്നേക്ക് പ്ലാന്റ് എന്ന് തന്നെയാണ് ഈ പ്ലാന്റിനെ പറയുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ പടം ഉരിയണ തോലില്ലേ, അതിൻ്റേതായിട്ടുള്ള തോന്നിപ്പിക്കുന്ന ലീഫാണ് ഈ സ്നേക്ക് പ്ലാന്റിനുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇതിനെ സ്നേക്ക് പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഈ സ്നേക്ക് പ്ലാന്റ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പാമ്പ് വരത്തില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ ഏറ്റവും നല്ല ഇൻഡോറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഗുണം, ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ് രാത്രിയാവുമ്പോഴേക്കും ഈ പ്ലാന്റിൻ്റെ ലീഫിൽ നിന്നും അതിൻ്റെ ഹോൾസൊക്കെ ഓപ്പൺ ആയിട്ട് ധാരാളമായിട്ട് ഓക്സിജൻ പുറത്തേക്ക് തരുന്ന ഒരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ബെഡ്റൂമിൽ വരെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ്. ആസ്മ പേഷ്യൻസ് ഒക്കെ ഉള്ള വീടാണെങ്കിൽ അവരുടെ ബെഡ്റൂമിൽ 1-2 സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികമായിട്ട് ഓക്സിജൻ പുറത്തേക്ക് വരുന്നത് കാരണം അവർക്കൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ ബെഡ്റൂമിൻ്റെ ഡോറും വിൻഡോയൊക്കെ അടച്ചിട്ട് കിടക്കണമെങ്കിൽ ഈ പ്ലാന്റ് 2 വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എയർ പ്യൂരിഫയറാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡോറായിട്ട് പല ചെടികളും നമ്മൾ വെക്കുമ്പോഴേക്കും ആ ചെടികളൊക്കെ സൺലൈറ്റ് കൊള്ളേണ്ട ഒരു ആവശ്യം വരും. കാരണം അതിൻ്റെ ലീവ്സിൻ്റെയൊക്കെ കളർ ചിലപ്പോൾ മഞ്ഞ കളറായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ സൺലൈറ്റ് കൊള്ളാൻ വേണ്ടി പുറത്ത് വെച്ച് കൊടുക്കാറുണ്ട്. ഈ പ്ലാന്റിന് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. ഏതൊരു ഡാർക്ക് റൂമിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്. സൺലൈറ്റിൻ്റെ ഒരു ആവശ്യം ഈ പ്ലാന്റിനില്ല. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്തും പിന്നെ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ചുറ്റിനും വരുന്ന ചെറിയ ചെറിയ ബേബി പ്ലാന്റ്സ് അത് നട്ടുമാണ് നമ്മൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യണത്. പക്ഷേ ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്ത് നമ്മൾ വേറെ പ്രൊപ്പഗേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് ആ ഒരു മദർ പ്ലാന്റിൻ്റെ സെയിം കളറിലുള്ള ലീവ്സ് വരണമെന്നില്ല. അതൊരു ലോക്കലായിട്ടുള്ളൊരു പ്ലാന്റായിട്ടേ വരത്തുള്ളൂ. എപ്പോഴും നല്ലത് ആ മദർ പ്ലാന്റിൻ്റെ ചുറ്റിനും വരുന്ന ബേബി പ്ലാന്റ്സ് എടുത്ത് നമ്മൾ വേറൊരു പ്ലാന്റ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ലീഫ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സെയിം കളർ നമുക്ക് കിട്ടണമെന്നില്ല. പിന്നെ ഈ പ്ലാന്റിന് നമുക്ക് പോട്ടി മിക്സായിട്ട് ഇൻഡോറായിട്ട് വെക്കുമ്പോൾ പോട്ടി മിക്സായിട്ട് കൊടുക്കാൻ പറ്റിയത് ചാണകപ്പൊടി, ചകിരിച്ചോറ്, മണലോ ചരലോ, അത് ഈ 3 സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടി നടാം. നമ്മൾ സാധാ മണ്ണിടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉറച്ചു പോകുന്നത് കാരണമാണ് ചരലോ മണലോ ഇളക്കമുള്ള മണ്ണുകളാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 3 ആഴ്ച കൂടുമ്പോൾ മാത്രം ഈ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അധികമായി വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് വളരെ ചെറിയ റൂട്ടാണ്. അത് കാരണം പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അധികം ലെങ്ത്ത് കൂടുതലുള്ള പോട്ട് ഈ പ്ലാന്റിന് ആവശ്യമില്ല. വായ്വട്ടം കൂടുതലുള്ള പോട്ടാണ് എപ്പോഴും ആവശ്യം. എന്നാൽ മാത്രമേ ആ ബേബി പ്ലാന്റ്സ് ചുറ്റിനും വന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കത്തുള്ളൂ. അത് കാരണമാണ് വായ്വട്ടം കൂടുതലുള്ള പോട്ട് വേണമെന്ന് പറയുന്നത്. പിന്നെ ഇതിന് ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നണില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ, സാധാ നമ്മുടെ ചെടിക്ക് കൊടുക്കണ ലിക്വിഡ് ഫെർട്ടിലൈസർ മാസത്തിലൊരു പ്രാവശ്യം വല്ലതും സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അധികമായിട്ട് കെയറിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ തന്നെ പല തരത്തിലുള്ള പ്ലാന്റ്സ് നമുക്ക് നഴ്സറിയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഹൈറ്റ് കൂടിയതും മിനിയേച്ചർ ആയിട്ടുള്ളതും ഒക്കെ പ്ലാന്റ്സ് നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടും. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ലിവിങ് ഏരിയയിലേക്ക് നല്ല ഹൈറ്റ് കൂടിയ പ്ലാന്റ്സ് നല്ല ഭംഗിയുള്ള പോട്ടുകളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. കുറേ നാൾ ഈ പ്ലാന്റ് നിൽക്കുക, പെട്ടെന്നൊന്നും അങ്ങനെ ചീത്തായി പോകാത്തൊരു പ്ലാന്റാണ്. ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. അധികം റേറ്റൊന്നും ഇല്ലാതെ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നടണം കേട്ടോ. പല ഭംഗിയുള്ള നല്ല ലീഫോട് കൂടിയ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് നഴ്സറിയിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാധാ ആദ്യമായിട്ട് തുടക്കക്കാരായിട്ട് വരുന്ന ഗാർഡനേഴ്സിനൊക്കെ പറ്റിയൊരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്. കാരണം അതിനധികം കെയറിങ്ങോ അല്ലെങ്കിൽ കുറേ ഫെർട്ടിലൈസർ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അധികമായിട്ട് കേടൊന്നും ലീവ്സിനൊന്നും അങ്ങനെ അണുബാധ ഒന്നും വരാത്തൊരു പ്ലാന്റാണ്. അപ്പോൾ എല്ലാവരും ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ച് പിടിപ്പിക്കണം. നമ്മുടെ ബെഡ്റൂമിൽ തന്നെ വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ